ഒരു സ്റ്റൈലായിട്ടുള്ളൊരു ചുരിദാർ കിട്ടിയാലോ, നല്ല രസമല്ലേ കാണാൻ. നോക്കി ഒരു നല്ല അടിപൊളി ഒരു ഇതെന്താ പറയുക, ഒരു ക്രഷ് മെറ്റീരിയൽ കേട്ടോ, ഒരു ടിഷ്യൂ ക്രഷ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ടിഷ്യൂവും ക്രഷും കൂടെ ചേർന്ന് വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ. സാധാരണ ഈ ക്രഷൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ക്രഷൊന്നും അധികം എടുക്കാറില്ല. എൻ്റെ ഷോപ്പിൽ വരുമ്പോൾ അറിയാൻ പറ്റും. എല്ലാവരും പറയും ക്രഷൊക്കെ നല്ല രസം എടുക്കും. പക്ഷേ ക്രഷ് എടുക്കുമ്പോൾ എനിക്കെന്താ പറയുക, എനിക്കിങ്ങനെ ഹാർഡായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽസും സത്യം പറഞ്ഞാൽ എൻ്റെ കസ്റ്റമർ പോലും ഇടുന്നത് എനിക്ക് പൊങ്ങിയൊക്കെ നിൽക്കുന്ന നമുക്ക് ഇടാനൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യത്തില്ല. അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഞാൻ എടുക്കാറില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ മെറ്റീരിയൽസും കൂടുതലും കാണാത്തത്. നിങ്ങൾ തന്നെ വീഡിയോ കാണുന്നില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റും ഇടാൻ കംഫർട്ടബിളുമാണ്. നമുക്ക് വെയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ, എനിക്ക് ഇട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ക്രഷ് ടിഷ്യൂ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. എല്ലാത്തിൻ്റെയും ടോപ്പും ബോട്ടും ഇങ്ങനെ തന്നെ വന്നിട്ട് ദുപ്പട്ടയിൽ ഒരു ചേഞ്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആണ്, എലഗനായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ നമുക്ക് പറയാൻ പറ്റുന്നതായിട്ട് മിസ്സാക്കാതിരിക്കുക. അടുത്ത കളർ കാണാം. അടുത്ത കളർ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ടോപ്പും ബോട്ടത്തിനും വ്യത്യാസമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദുപ്പട്ടയിലാണ് ചേഞ്ച് ചെയ്യുന്നത്. മോളെ പ്രൈസ് കൂടെ നോക്കിയിട്ട് പറ. ദുപ്പട്ടയിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. ഞാൻ അടുത്ത ദുപ്പട്ടയാണ്. അടുത്തത് വേറൊരു കളറാണ്. ഇപ്പോൾ ഇത്രയും കളറേ ഉള്ളൂ നമ്മൾ ദുപ്പട്ട. അപ്പം ഞാനൊരു കാര്യം കൂടെ പറയാട്ടോ, നിങ്ങൾ ഈ റെഡിമെയ്ഡ് ഐറ്റംസ് നമ്മൾ പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുന്ന റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെ ഞാനത് കറക്റ്റായിട്ട് പറയും. പക്ഷേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിറ്റുകൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഐറ്റമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നമ്മുടെ ഈ സ്ലിറ്റ് ഭാഗം ഉണ്ടല്ലോ, എനിക്ക് എപ്പോഴും സ്ലിറ്റ് താഴെ വന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്കും അങ്ങനെ സ്ലിറ്റ് ഒത്തിരി താഴെ ഇഷ്ടമല്ലാത്തവർക്ക് വേണം ഇവിടെ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് മുകളോട്ട് കയറ്റിയാൽ കുറച്ചുകൂടെ ഭംഗി. ഞാൻ അങ്ങനെ ഒന്ന് ചുമ്മാ ഒന്ന് തയ്യൽ പൊട്ടിച്ചിപ്പോൾ ഇട്ട് കട്ട് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ഇച്ചിരി മുകളോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഞാനത് പ്രത്യേകം എടുത്ത് പറയാം. ചിലർക്കൊന്നും ഇത് അറിയാൻ പറ്റത്തില്ല. ഇടുമ്പോഴേ ചിലർ ചിന്ത കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു ബോറ് പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പോലെ പറഞ്ഞു തന്നതാണ്. നിങ്ങളുടെ കയ്യിലെത്തിയ റെഡിമെയ്ഡ് ചുരിദാറുകളുടെയാണ് ഞാൻ പറഞ്ഞത്. സ്റ്റിച്ച് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന രീതിയിലായിരിക്കുമല്ലോ സ്ലിറ്റൊക്കെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതായാലും ഞാൻ പറയുകയാണ്, ഇവിടുന്ന് ശകലം സ്ലിറ്റ് മുകളോട്ട് കയറ്റിയാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് എത്ര മോളെ 2880 ഞാൻ പറഞ്ഞു വിട്ട്. ഇതൊരു പ്യുവർ ആയിട്ടുള്ള ഐറ്റം ഒന്ന് ക്ലോസ് ഓഫ് കാണിച്ചു കൊടുത്തത് കണ്ടോ. ഈ മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾ നോക്കുക, നല്ലൊരു പ്യുവർ ക്വാളിറ്റിയാണ് ഈ മെറ്റീരിയലിന് വരുന്നത്. സാധാരണയുള്ള ക്രഷ് അല്ല. അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ആൻഡ് എലഗനായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. മിസ്സാക്കാതിരിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.